കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ജനപ്രതിനിധികൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാദ്യം ഓടിയെത്തിയ ചോദ്യം ഇതായിരുന്നു: എന്ത് പ്രഹസനമാണ് സജി! ജോൺ ബ്രിട്ടാസും റോജി എം ജോണും സന്തോഷ് കുമാറുമൊക്കെ ലഡു തീറ്റിക്കാൻ കാണിച്ച ആവേശം വീക്ഷിച്ചപ്പോൾ സത്യത്തിൽ ചിരി അടക്കാനായില്ല. ഇവരുടെ ഇടപെടലിൽ അല്ല ജയിൽ മോചനം എന്നറിയാത്തവരായി ഈ ഭൂമി മലയാളത്തിൽ ആരുണ്ട്? അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ട് കന്യാസ്ത്രീകൾ പെട്ടെന്നൊന്നും ജയിലിന് പുറത്തിറങ്ങരുതേ എന്ന ആഗ്രഹമായിരിക്കില്ലേ ഉണ്ടായിരുന്നത്? വയറ്റിപ്പിഴപ്പിൻ്റെ പ്രശ്നമല്ലേ? അവർ അങ്ങനെയേ ചെയ്യൂ, പഠിച്ചതല്ലേ പാടൂ. നമസ്തേ. റായ്പൂർ NIA കോടതിയുടെ മുമ്പിലും ദുർഗ് സെൻട്രൽ ജയിലിന് മുമ്പിലും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ജനപ്രതിനിധികൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാദ്യം ഓടിയെത്തിയ ചോദ്യം ഇതായിരുന്നു: എന്ത് പ്രഹസനമാണ് സജി! അപാര തൊലിക്കട്ടി തന്നെ, കണ്ടാമൃഗം പോലും തോറ്റുപോകും. ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് ഇതൊക്കെ ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നില്ല. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ജനപ്രതിനിധികൾ മധുരം വിളമ്പാൻ മത്സരിക്കുന്ന കാഴ്ചയാണല്ലോ നാം കണ്ടത്. ജോൺ ബ്രിട്ടാസും റോജി എം ജോണും സന്തോഷ് കുമാറുമൊക്കെ ലഡു തീറ്റിക്കാൻ കാണിച്ച ആവേശം വീക്ഷിച്ചപ്പോൾ സത്യത്തിൽ ചിരി അടക്കാനായില്ല. KC വേണുഗോപാലും കന്യാസ്ത്രീകളെ ലഡു തീറ്റിക്കുന്നത് കണ്ടു. അതിരിക്കട്ടെ, ദുർഗ് ജയിലിൽ അടക്കപ്പെട്ട 2 മലയാളി കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമായതിൽ ഇവർ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നടത്തിയ പൊറാട്ട് നാടകത്തിന് എന്ത് റിസൾട്ടാണ് ഉണ്ടായത്? ഇവരുടെ ഇടപെടലിൽ അല്ല ജയിൽ മോചനം എന്നറിയാത്തവരായി ഈ ഭൂമി മലയാളത്തിൽ ആരുണ്ട്? BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ കേസിൽ നിലപാട് കടുപ്പിക്കാത്തത് കൊണ്ടല്ലേ അവർക്കിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചത്? BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണിയും ഉപാധ്യക്ഷൻ ഷോൺ ജോർജും ഛത്തീസ്ഗഡിൽ നേരിട്ട് പോയി ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തി കേസിൻ്റെ സങ്കീർണമായ കുരുക്കഴിച്ചപ്പോൾ ഇടതു വലത് MPമാർ എരുതിയിൽ എണ്ണയൊഴിക്കുകയായിരുന്നില്ലേ? കന്യാസ്ത്രീകളുടെ മോചനത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലിനെയും മനു അഭിഷേക് സിംഗ്വിയെയും വക്കാലത്ത് ഏൽപ്പിക്കേണ്ടതായിരുന്നില്ലേ? ഇതൊന്നും ചെയ്യാതെ അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ 2 കന്യാസ്ത്രീകൾ പെട്ടെന്നൊന്നും ജയിലിന് പുറത്തിറങ്ങരുതേ എന്ന ആഗ്രഹമായിരിക്കില്ലേ ഉണ്ടായിരുന്നത്? വിവാദം കൊഴുപ്പിച്ച് മൈലേജ് ഉണ്ടാക്കുക, അതുവഴി BJPയെ മാക്സിമം താറടിക്കുക എന്നതായിരുന്നില്ലേ ഇവരുടെ അജണ്ട? എന്തായാലും റായ്പൂരിലെ NIA കോടതി അത് പൊളിച്ചു കൊടുത്തു. ബലേഭേഷ്. പ്ലാൻ തകർന്ന് തരിപ്പണമായതിലെ വിഷമവുമായിട്ടായിരിക്കും ഇവർ ഛത്തീസ്ഗഡിൽ നിന്നും ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടാവുക. നോക്കൂ, കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴല്ലേ നിർബന്ധിത മതപരിവർത്തനത്തിലും മനുഷ്യക്കടത്തിലും കടുത്ത വ്യവസ്ഥകളുമായുള്ള നിയമം കൊണ്ടുവന്നത്? വനവാസി മേഖലകളിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന ഇന്നലെയല്ലേ ഛത്തീസ്ഗഡ് PCC അധ്യക്ഷൻ ഞങ്ങളോട് തുറന്നു പറഞ്ഞത്? അതുകൊണ്ടല്ലേ കന്യാസ്ത്രീകൾ അകത്തായപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മുറ വിളിച്ചിട്ടും അവിടുത്തെ കോൺഗ്രസ്സുകാർ മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിച്ചത്? ഛത്തീസ്ഗഡിലെ 35 കോൺഗ്രസ് MLAമാരെ ആ വഴിക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ലഡു ഏറ്റുവാങ്ങാനെങ്കിലും ഇവരിൽ ഒരാൾ വരുമെന്ന് കരുതിയിരുന്നു, പക്ഷേ അതും ഉണ്ടായില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്തുകൊണ്ട് ഇന്നത്തെ ഛത്തീസ്ഗഡ് യാത്ര മാറ്റി? എന്തു പറ്റി അദ്ദേഹത്തിന്? അങ്ങോട്ട് വന്ന് നാറ്റിക്കരുത് എന്ന് അവിടുത്തെ PCC അധ്യക്ഷൻ പറഞ്ഞെന്നാണ് അങ്ങാടിപ്പാട്ട്. അവരുടെ കഞ്ഞികൂടി മുട്ടും. നിർബന്ധിത മതപരിവർത്തനം അരങ്ങുവാഴുന്ന ഒരു നാട്ടിൽ ആ കുറ്റം ആരോപിക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്ന് അവിടുത്തെ MLAമാർക്ക് നന്നായി അറിയാം. അവിടെയാണ് കേരളത്തിൽ നിന്നുള്ള ഏതാനും MLAമാരും MPമാരും പൊറാട്ട് നാടകം ആടിത്തിമർത്തത്. 10 വോട്ടിന് വേണ്ടിയുള്ള ആട്ടം എന്നതിനപ്പുറം ഇവർക്ക് കന്യാസ്ത്രീകൾ മോചിപ്പിക്കപ്പെട്ടാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? ഈ 2 മലയാളി കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തിന്
പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് വലിയൊരു വിവാദ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടു? കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എം പിമാരും ചില കോൺഗ്രസ് എം എൽ എമാരും മത്സരിച്ച് റായ്പൂരിലേക്ക് ഫ്ലൈറ്റും പിടിച്ചു പോയത് എന്തിനായിരുന്നു? കന്യാസ്ത്രീകളുടെ ദുരവസ്ഥ കണ്ട് ഇവർക്ക് മനസ്താപമുണ്ടായി എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കന്യാസ്ത്രീകൾ മലയാളികളായതിനാലും ഛത്തീസ്ഗഡിലേത് BJP നേതൃത്വത്തിലുള്ള സർക്കാരായതിനാലും കേരളത്തിൽ ക്രൈസ്തവ സമൂഹവുമായുള്ള അകലം കുറച്ചു കൊണ്ടുവരുന്ന BJPക്കിട്ട് പണിയാൻ ഒരായുധം വീണ് കിട്ടിയതിൻ്റെ അത്യുത്സാഹത്തിലുമായിരുന്നു LDFും UDFും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടതും 10-12 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ഒന്നാം സ്ഥാനത്ത് വന്നതും പാർട്ടിയെ ന്യൂനപക്ഷ വിരോധികളായി എന്നും ചിത്രീകരിച്ചു പോന്ന ഇടതിനും വലതിനും വലിയ ആഘാതമായിരുന്നു. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ BJPയിൽ നിന്നും എന്നും അകറ്റി നിർത്തിയാലേ രാഷ്ട്രീയമായി നിലനിൽപ്പുള്ളൂ എന്ന് ഇരുവർക്കും നന്നായി അറിയാം. അതിനാണ് വടക്കേ ഇന്ത്യയിലെ ഭ്രൂണവും ശൂലവും ഒക്കെ വെച്ചുള്ള കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവർ എന്നും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലെ ഗോത്രവിഭാഗങ്ങളായ കുക്കി മെയ്തേയികളിൽ കാലാകാലങ്ങളായി നിലനിന്നു പോന്നിരുന്ന സംഘർഷത്തിന് വർഗീയ നിറം നൽകി ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ ശക്തികൾ നടത്തുന്ന കലാപമായി ചിത്രീകരിക്കാൻ LDFും UDFും ജനടിവി ഒഴിച്ചുള്ള മാധ്യമങ്ങളും മത്സരിച്ച കാഴ്ചയ്ക്കും നാം സാക്ഷികളായില്ലേ? കുക്കികളിലും മെയ്തേയികളിലും ക്രൈസ്തവരുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചായിരുന്നു നിറം പിടിപ്പിച്ച നുണകൾ പടച്ചുവിട്ടത്. ഇപ്പോഴും പേരിന് മണിപ്പൂർ ഭൂതത്തെ കൂട്ടർ കുടം തുറന്ന് വിടാറുണ്ട്. വയറ്റിപ്പിഴപ്പിൻ്റെ പ്രശ്നമല്ലേ? അവർ അങ്ങനെയേ ചെയ്യൂ, പഠിച്ചതല്ലേ പാടൂ. എന്നാൽ കേരളത്തിലെ മുനമ്പത്ത് ക്രൈസ്തവ വഴിയാധാരമാകുന്ന അവസ്ഥ വന്നപ്പോൾ ഈ ക്രൈസ്തവ പ്രേമികൾ എവിടെയായിരുന്നു? സ്വന്തം ഭൂമിയും കിടപ്പാടവും വഖഫ് ചെയ്യപ്പെട്ടെന്ന യാഥാർത്ഥ്യം അവരെ ഒന്നടങ്കം പിടിച്ചുലച്ചപ്പോൾ മണിപ്പൂരും പൊക്കിപ്പിടിച്ച് നടന്ന രാഷ്ട്രീയ പാർട്ടികൾ മാളത്തിൽ ഒളിച്ചത് നാമൊക്കെ കണ്ടതല്ലേ? അവിടെ ആശ്വാസത്തിൻ്റെ നനുത്ത സ്പർശമേകിയത് BJPയും കേന്ദ്രമന്ത്രിമാരുമായിരുന്നില്ലേ? വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായല്ലേ പ്രമേയം പാസാക്കിയത്? 500ഓളം കുടുംബങ്ങൾ, അതിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികൾ, പെരുവഴിയിലാകും എന്നറിഞ്ഞിട്ടും നിയമം തിരുത്തിയെഴുതി അവരെ സംരക്ഷിക്കാനുള്ള ആർജവം കേന്ദ്ര സർക്കാർ കാണിച്ചപ്പോൾ പുറങ്കാല് കൊണ്ട് അവരെ തൊഴിക്കുകയായിരുന്നില്ലേ കോൺഗ്രസും CPMും? എന്നിട്ടാണിപ്പോൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്നും ഇറക്കിയതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മത്സരിക്കുന്നത്. 8 കാലി മമ്മൂഞ്ഞിനെ പോലും നാണിപ്പിക്കുന്ന ഇവരുടെ പ്രഹസനം കേരളത്തിലെ ക്രൈസ്തവ തിരിച്ചറിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി സഭയോട് 2 വാക്ക്. സെലക്റ്റീവായുള്ള ഇടപെടലുകൾ സഭ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ക്രൈസ്തവ സഭ വിമർശനാതീതമല്ല. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ ഘാതകരെ സംരക്ഷിക്കാനായിരുന്നില്ലേ സഭ ശ്രമിച്ചത്? തുടാപ്പി ക്രിമിനലുകൾ നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ സഭ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാതെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിരുന്നില്ലേ മാഷിൻ്റെ ഭാര്യയുടെ ആത്മഹത്യക്കിടയാക്കിയതും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തുലച്ചതും? ഫാദർ റോബിൻ നാട് മുഴുവൻ ഓടി നടന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചപ്പോൾ സഭാ നേതൃത്വം കമാന്നൊരക്ഷരം വേണ്ടിയോ? ബിഷപ്പ് ഫ്രാങ്കോ പലവട്ടം ബലാത്സംഗം ചെയ്തെന്ന് പരാതിപ്പെട്ട കന്യാസ്ത്രീയും അവരെ പിന്തുണച്ച് പ്രത്യക്ഷ സമരത്തിനിറങ്ങിയ കന്യാസ്ത്രീകളും പെരുവഴിയിലായില്ലേ? സഭ എന്തുകൊണ്ട് ഇവരുടെ പോരാട്ടത്തിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തു? സഭയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ച് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ഉയർത്തിയ വാദങ്ങളിൽ ആത്മപരിശോധന പോലും നടത്താതെ അവരെ ഒറ്റപ്പെടുത്തിയത് എന്തിനായിരുന്നു? നൈതികതയ്ക്ക് വിരുദ്ധമായിട്ടാണ് സഭയുടേതെന്നല്ല ഏത് പ്രസ്ഥാനത്തിൻ്റെയും സഞ്ചാരമെങ്കിൽ എതിർപ്പുകൾ ഉയരുന്നത് സ്വാഭാവികമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നിർധനരുടെയും നിസ്സഹായത ചൂഷണം ചെയ്തുള്ള മതപരിവർത്തനം രാജ്യത്തെമ്പാടും നിർബാധം തുടരുന്നുണ്ട്. നിലവിലുള്ള നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അവർ ശിക്ഷിക്കപ്പെടണം. നമ്മുടെ നിയമം അതാണ് അനുശാസിക്കുന്നത്. സമ്മർദ്ദതന്ത്രങ്ങളിലൂടെയും പൊറാട്ട് നാടകങ്ങളിലൂടെയും രാഷ്ട്രീയ മുതലെടുപ്പിലൂടെയും നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കുന്നതിലെ സാങ്കത്യം തിരിച്ചറിയണം. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് സമുദായ പ്രീണനത്തിന് ഇറങ്ങിയിരിക്കുന്ന ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം മനസ്സിലാക്കുകയെങ്കിലും ചെയ്യണം. ആപത്ത് കാലത്ത് കൂടെ നിന്നവരെ
ചേർത്ത് പിടിക്കണം. സഭയുടെ ഇടപെടലുകൾ സുതാര്യമാക്കിയില്ലെങ്കിൽ ഇനിയും കല്ലേറുകൾ ഏൽക്കേണ്ടി വരും.